ബാംഗ്ലൂരും അതുപോലെ തന്നെ രാജസ്ഥാനും തമ്മിലുള്ള മത്സരം ഒരു തീ പാറുന്ന പോരാട്ടം തന്നെയാണ്. നമുക്ക് മത്സരത്തിന് മുന്നേ തന്നെ അറിയാം. കാരണം ഇതുവരെ തോറ്റിട്ടില്ലാത്ത രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് വൺ സൈഡഡ് ആയി പോയി എങ്കിലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു. രണ്ട് സൈഡിലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എടുത്ത് പറയുന്നത് ബാംഗ്ലൂര് ആദ്യത്തെ ബോൾ തന്നെ ഫുൾ സാൾട്ടിനെ നഷ്ടപ്പെട്ടു. അവിടുന്ന് വിരാട് കോഹ്ലിയുടെ ഒരു 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 ബാറ്റിംഗ് ഉണ്ട്, 16 ബോളിൽ 32. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന പോലെ കാര്യമായിട്ടൊന്നും മറ്റുള്ള ബാറ്റർമാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. അവിടെ വലിയ സ്കോറിലോട്ട് പോകില്ലായിരുന്നു. 150 പോകും, അല്ലെങ്കിൽ 160, 170 ഒക്കെ മാക്സിമം പോകും, അത്രയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടുന്ന് ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ ഒരു ഇന്നിങ്സ്, ക്വാളിറ്റി ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്വാളിറ്റി പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് ക്വാളിറ്റി പ്ലെയർ. ഒരു രക്ഷയില്ലാത്തൊരു ഒരു ഒരു പ്രകടനം തന്നെയാണ് പട്ടിദാർ കാഴ്ചവെച്ചത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ 63 റൺസ് 40 ബോളിൽ. ശരിക്കും പറഞ്ഞാൽ ബോൾ അവിടെ നോക്കണ്ട, കാരണം ഈ ഒരു ഇന്നിങ്സിൽ അത് അത്യാവശ്യമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ അതാണ് കളിക്കേണ്ടത്. ലാസ്റ്റിൽ 200 റൺസ് എടുക്കാൻ കഴിഞ്ഞത് തന്നെ രജിത് പട്ടിദാറിന്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. അതിന്റെ അടുത്ത് അവസാനം വരുമ്പോഴത്തേനും ഷെഫേർഡും അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയിട്ടുള്ള വെങ്കടേഷ് അയ്യറും ലാസ്റ്റ് ഓവർ അവൻ 10-22 റൺസ് എടുത്തിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രോള് കേട്ടാനെ. തിരിച്ചു മറുപടി ബാറ്റിങ്ങില് സൂര്യവംശി നമിച്ചു, ഒന്നും പറയാനില്ല. എന്ത് ബാറ്റിംഗ് ആണ് സൂര്യവംശി. 26 ബോളിൽ 78 റൺസ്, 15 ബോളിൽ 50. എന്ത് മനുഷ്യനാണ്. ഹേസൽവുഡിനെ വരെയും ഈ പറയുന്ന പോലെ യാതൊരുവിധ രീതിയിലുള്ള മയവും കൊടുത്തിട്ടില്ല. ബോളർമാരൊക്കെ അങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പം എന്നുള്ളൊരു പദവി കൊടുക്കാതെ തന്നെ വേറുകൃത്യമില്ലാണ്ട് എല്ലാവർക്കും കണക്കിന് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. സൂര്യവംശി, നീ പൊളിയാണ് കേട്ടോ, പൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ അവസാനം വന്നിട്ട് നമ്മുടെ ധ്രുവ ജൂറലിന്റെ ആ ഒരു ഇന്നിങ്സ്, 81 റൺസിന്റെ ആ ഒരു ഇന്നിങ്സ്, അത് തന്നെയാണ്. ജഡേജയോട് ഞാനൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നീ വലിയ മാസ്മരിക പ്രകടനം ഒന്നും കാഴ്ചവെക്കണ്ട, പക്ഷേ ഫേസ് ചെയ്ത ബോളിനേക്കാൾ ഒരെണ്ണെങ്കിലും കൂടുതൽ എടുക്കാൻ പറ്റത്തില്ലേ? ഇത് അതുപോലും ഇല്ല. 25 ബോൾ 24. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, കാരണം സൂര്യവംശി അത്ര അടി അടിച്ചതുകൊണ്ട് ഏകദേശം 6 ഓവറിൽ തന്നെ 100 റൺസ്, 97 റൺസ് അവർക്ക് വന്നു. അതിന്റെ പിൻബലത്തിലാണ് വലിയ റിസ്കിലാണ്ട് കളിച്ചതും. പിന്നീട് ഈ പറയുന്ന പോലെ ധ്രുവ ജൂറലിന്റെ ഒരു മികച്ച ബാറ്റിംഗ് കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ട് അവർ പോയത്. അല്ലാത്ത പക്ഷെ എന്റെ പൊന്ന് രവീന്ദ്ര ജഡേജ ഇമാതിരി ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, ടെസ്റ്റ് പോലും കളിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ മോശമാണ് കേട്ടോ. രവീന്ദ്ര ജഡേജ കുറച്ചുകൂടെ ഈ പറയുന്ന സ്ട്രൈക്ക് റേറ്റ് ഒന്ന് കീപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് കളിച്ച ബോളിന്റെ അത്രയെങ്കിലും റൺ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ അത് മാത്രമാണ് ഒരു കുറവായിട്ട് തോന്നിയത്. ഈ പറയുന്ന പോലെ ഹേസൽവുഡ് വന്നിട്ട് ബോളിംഗ് സൈഡിൽ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിട്ടില്ല. ഇതിനേക്കാളും നല്ലൊരു ഡെഫി എറിയും എന്നുള്ള ഒരു ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം 4 ഓവർ 44 റൺസിന് 2 വിക്കറ്റാണ് ഹേസൽവുഡിന്റെ. അപ്പം ഇതിനേക്കാൾ നല്ല ഡെഫി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വരുന്ന മത്സരങ്ങളിൽ ഈ പറയുന്ന ഹേസൽവുഡ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.